ശ്രീ സീതാറാം യെച്ചൂരിയുടെ അകാലത്തിലുള്ള വേർപാട് ദേശീയ രാഷ്ട്രീയത്തിലും പ്രത്യേകിച്ച് ഇന്ത്യയിലെ ജനാധിപത്യ മതേതര ശക്തികൾക്കുണ്ടായ അടുത്ത കാലത്തുണ്ടായ ഒരു തീരാ നഷ്ടമാണ്. ഈ നഷ്ടം, ഈ വേർപാട് അത് നികത്തുക അത്ര എളുപ്പമല്ല. വ്യക്തിപരമായി ദീർഘകാലമായി എനിക്ക് ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന, രാഷ്ട്രീയത്തിനതീതമായി ഏത് കാര്യവും പരസ്പര വിശ്വാസത്തോട് തുടർന്ന് സംസാരിക്കാൻ കഴിയുന്ന ഒരടുത്ത സുഹൃത്ത്, ഏറ്റവും അടുത്ത സുഹൃത്താണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഞങ്ങൾ വ്യക്തിപരമായി ഏറ്റവും അടുക്കുന്നത് എൻ്റെ രാജ്യസഭാ കാലഘട്ടത്തിലാണ്. വർഷങ്ങളോളം ഞങ്ങൾ ഒരുമിച്ച് രാജ്യസഭയിലുണ്ടായിരുന്നു. രാജ്യസഭ കണ്ട ഏറ്റവും പ്രഗത്ഭന്മാരായ നേതാക്കന്മാരുടെ മുൻനിരയിലാണ് സീതാറാം യെച്ചൂരി. അദ്ദേഹം രാജ്യസഭയിൽ ഓരോ വിഷയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ രാജ്യസഭ ഒന്നടങ്കം ഭരണകക്ഷി പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ യെച്ചൂരിയുടെ പ്രസംഗം കേൾക്കുവാൻ കാതോർത്ത് ഇരിക്കുന്ന കാഴ്ച ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ്. സീതാറാം യെച്ചൂരിയായിട്ട് ഞാൻ ഏറ്റവും അടുക്കാൻ തുടങ്ങിയത് ഒന്നാം UPA ഗവൺമെൻറ്റിൻ്റെ കാലത്താണ്. അന്ന് ഞാൻ കേന്ദ്രത്തിൽ മൻമോഹൻ സിംഗ് ഗവൺമെൻറ്റിലെ പ്രതിരോധ മന്ത്രിയായിരുന്നു. ഒന്നാം UPA ഗവൺമെൻറ് രൂപീകരിക്കുന്നതിന് വേണ്ടി ഇടതുപക്ഷ പാർട്ടികൾ, പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയും CPIയും കാര്യമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. പക്ഷെ സിദ്ധാന്തപരമായ തടസ്സങ്ങൾ മൂലം അവരെ കൂടി ഗവൺമെൻറ്റിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിച്ചെങ്കിലും ഗവൺമെൻറ്റിൽ ചേരാൻ അവർ തയ്യാറായില്ല. പക്ഷെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവരുടെ കൂടി അഭിപ്രായങ്ങൾ അറിയണമെന്ന്, അതുകൂടി സ്വീകരിക്കണമെന്ന് സോണിയാഗാന്ധിക്കും മൻമോഹൻ സിംഗിന് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ മിക്കവാറും ആഴ്ചകളിൽ പ്രണാബ് മുഖർജിയുടെ വീട്ടിൽ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഒരുമിച്ച് കൂടും. ആ യോഗത്തിൽ നിർബന്ധമായും പങ്കെടുത്തിരുന്ന രണ്ട് നേതാക്കന്മാർ പ്രകാശ് കാരട്ടും സീതാറാം യെച്ചൂരിയുമായിരുന്നു. തർക്കങ്ങളുണ്ടാകും, മുന്നണിയാണ്. ആ തർക്കങ്ങൾ രമ്യമായി പരിഹരിക്കുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രണാബ് മുഖർജിയും വളരെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, സമർത്ഥമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്ന നേതാവാണ്. അദ്ദേഹത്തെ പോലെ തന്നെ UPയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആത്മാർത്ഥമായി ശ്രമിച്ചൊരു നേതാവാണ് സീതാറാം യെച്ചൂരി. ഇന്ത്യ US അണുവായുധ കരാർ വന്നപ്പോൾ കാര്യങ്ങളാകെ തകിടം മറിഞ്ഞു. ഗവൺമെൻറ്റുമായി സഹകരിക്കാൻ പ്രയാസമാണെന്ന നിലപാടിലേക്ക് CPM നീങ്ങി തുടങ്ങുന്നൊരു കാലഘട്ടമാണ്. പക്ഷെ എന്നിട്ടും എങ്ങനെയെങ്കിലും കോൺഗ്രസും ഇടതുപക്ഷ പാർട്ടികളും UPയിൽ സഹകരിച്ചു പോകണം എന്ന നിലപാടായിരുന്നു യെച്ചൂരിക്കുണ്ടായിരുന്നത്. അവസാനം വരെ ഈ ബന്ധം മുറിയാതിരിക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചു. പക്ഷേ പാർട്ടികളുടെ വ്യത്യസ്ത നിലപാട് മൂലം ബന്ധം അവസാനിച്ചു. കാലം പിന്നെ മുന്നോട്ട് പോയി. ലോക്സഭാ ഇലക്ഷൻ 2014 ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ദുരന്തങ്ങൾക്ക് തുടക്കമായിരുന്നു. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ BJP അധികാരത്തിൽ വന്നു. ഇന്ത്യൻ ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന മൗലികാവകാശങ്ങൾ ഒന്നൊന്നായി ചവിട്ടിമതിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. മതനിരപേക്ഷതയും ബഹുസ്വരതയും ജനാധിപത്യ മൂല്യങ്ങളും എല്ലാം ഒന്നൊന്നായി ചവിട്ടിമതിക്കുന്ന സാഹചര്യം വന്നപ്പോൾ ഈ പോക്ക് അപകടമാണ്. ഇതിനെ പിടിച്ചു നിർത്താൻ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് മാത്രം സാധ്യമല്ല എന്ന് കോൺഗ്രസിന് ബോധ്യം വന്നു. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പിണക്കങ്ങൾ മാറി മതേതര പാർട്ടികൾ ഒരുമിച്ച് നിൽക്കണം എന്ന നിലപാടിലേക്ക് വന്നു. ആ ഘട്ടത്തിൽ വീണ്ടും കോൺഗ്രസുമായി സഹകരിക്കുന്നതിന് വേണ്ടി ദേശീയ രാഷ്ട്രീയത്തിൽ
സംസ്ഥാനങ്ങളിലെ തർക്കങ്ങൾ എന്തായാലും അത് സംസ്ഥാനങ്ങൾ ഒതുക്കി നിർത്തിക്കൊണ്ട് ദേശീയ തലത്തിൽ കോൺഗ്രസുമായി സഹകരിച്ചുകൊണ്ട് എല്ലാ മതേതര പാർട്ടികളും യോജിച്ചുകൊണ്ട് ഈ BJPയുടെ പോക്കിനെ നിയന്ത്രിക്കണമെന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ മുൻപത്തിൽ പ്രവർത്തിച്ച സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഈ പുതിയ രാഷ്ട്രീയ പരീക്ഷണം, രാഷ്ട്രീയ ശക്തിയെ രൂപീകരിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച നേതാക്കളുടെ മുൻപന്തിയിലാണ് സീതാറാം യെച്ചൂരി. ഇന്ത്യ മുന്നണി ഭരണകക്ഷിയായിട്ടില്ല, പക്ഷേ പാർലമെൻറ്റിൽ കഴിഞ്ഞ കാലങ്ങളിലെ പോലെ ഏകപക്ഷീയമായി തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇന്ന് BJPക്കോ മോഡി ഗവൺമെൻറ്റിനും ഇല്ല. ഇന്ത്യ മുന്നണി കൂടുതൽ ശക്തി ആർജിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ ഇന്ത്യ മുന്നണിയെ കൂടുതൽ ശക്തിപ്പെടുത്തുവാനും മതേതര മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കുവാനുമുള്ള നീക്കങ്ങളിൽ മുൻപന്തിയിൽ സീതാറാം യെച്ചൂരി ഉണ്ടാകേണ്ടതായിരുന്നു. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഒരു കാലഘട്ടത്തിൽ സുർജിത്ത്, കിഷൻ സുർജിത്ത് പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചതുപോലെ ഇന്നത്തെ കാലഘട്ടത്തിൽ ദേശീയ രാഷ്ട്രീയത്തിൽ സീതാറാം യെച്ചൂരി പങ്കുവഹിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ്. അകാലത്തിൽ ഈ കാലഘട്ടത്തിൽ ദേശീയ രാഷ്ട്രീയത്തിലെ നേതാക്കന്മാരുടെ മിക്കവരുടെയും പ്രായം പഠിച്ചു നോക്കിയാൽ 72 വയസ്സ് ഒരു വയസ്സല്ല. അകാലത്തിൽ അദ്ദേഹം നഷ്ടപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വേർപാട് തീർച്ചയായും ദേശീയ രാഷ്ട്രീയത്തിന് നഷ്ടമാണ്. പ്രത്യേകിച്ച് ഇന്ത്യയിലെ ജനാധിപത്യ മതേതര ശക്തികൾക്ക് നഷ്ടമാണ്. ഇന്ത്യ മുന്നണിക്ക് തീരാ നഷ്ടമാണ്. സ്വാഭാവികമാണ്. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് തീരാ നഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ വേദനിക്കുന്ന കുടുംബാംഗങ്ങളോട്, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകന്മാരോട്, അവർക്കൊപ്പം അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്ന, ഇഷ്ടപ്പെട്ടിരുന്ന അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ ഞാനും എൻ്റെ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു.